ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹോം മെയ്ഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ, ചെറിയ ഹോട്ടലുകളിലൊക്കെ ചെല്ലുമ്പോൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന നാടൻ മുട്ടക്കറി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അത്രയും പെർഫെക്ഷനിൽ കിട്ടാറില്ല. അവരുടെ ഇതിനകത്ത് ഗ്രേവിയിൽ നിറയെ സവോളയൊക്കെ ഉണ്ടാകും, നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മുട്ടക്കറി നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നാടൻ മുട്ടക്കറിക്ക് നല്ലത്. അപ്പം എണ്ണ ചേർത്ത് കൊടുക്കുക. എണ്ണയിലേക്ക് നമുക്ക് ഒരു 3 സവോള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോള കുറഞ്ഞു പോകരുത്. മുട്ടക്കറിക്ക് സവോള നിറച്ച് വേണം, എന്നാലേ നമുക്ക് ആ ഹോട്ടലിലെ സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വലിയ 3 സവോളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സവോളയ്ക്ക് ഒന്ന് ജസ്റ്റ് വാടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അത് പെട്ടെന്ന് വേകാനുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. സവോള മുരിച്ചെടുക്കേണ്ടാത്ത അവസരങ്ങളിൽ, നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ട അവസരങ്ങളിൽ പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ സവോള ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇത് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി നേരം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് തീരെ കുഴഞ്ഞു പോവും. അപ്പോൾ ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ സവോള ഒന്ന് വാടി ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടക്കറിക്ക് അങ്ങനെ ഒത്തിരി ക്രിസ്പിയായി വറുത്തെടുക്കേണ്ട കാര്യമില്ല സവോള, അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി വെച്ചൊന്ന് വേവിച്ചത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2-3 പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാടിയിട്ടല്ലേ ഉള്ളൂ സവോള. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് വഴന്നു വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഒന്ന് വാടി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി കൂടി പോകരുത്, അതിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഒരു 1.5 ടീസ്പൂൺ മതിയാവും. 1.5 ടീസ്പൂൺ എങ്കിലും ചേർക്കണം, അല്ലെങ്കിൽ ഗ്രേവിക്ക് തിക്നെസ് ഉണ്ടാവില്ല. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിവിടെ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നതുകൊണ്ട് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. പിന്നെ നമുക്കൊരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിനോളം കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം പൊടികളും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ പൊടികളെല്ലാം മൂത്ത് വന്നാലാണ് മുട്ടക്കറി നല്ല ഡാർക്ക് കളറിൽ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നന്നായിട്ട് പൊടി മൂപ്പിച്ചു കൊടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെച്ച് അതിനകത്ത് മുട്ട ചേർത്ത് കഴിയുമ്പോൾ തിളപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും കുറച്ചൊന്ന് വറ്റി വരും. അപ്പോൾ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ 2 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുമ്പം എന്തെങ്കിലും നമുക്ക് കുറവുകൾ കറിക്കുണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പൊടി കൂടിപ്പോയിട്ടുണ്ടെങ്കിലോ ഉപ്പ് കൂടിപ്പോയിട്ടുണ്ടെങ്കിലോ അതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്
സഹായിക്കും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാം. ഞാനിവിടെ മുട്ട വേവിച്ചെടുക്കുന്ന അതൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ മുട്ട പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ മുട്ട വെള്ളത്തിട്ട് തിളപ്പിച്ച് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ച് അതിൻ്റെ തോടൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇവിടെ ഇപ്പോൾ ഒരു 7 മുട്ടയാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 മുതൽ 5 മിനിറ്റ് വരെ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. അപ്പോൾ ആ മുട്ടയുടെ പുറത്തേക്കൊക്കെ ഗ്രേവി നന്നായിട്ട് പിടിച്ചു വരും. അപ്പോൾ നമ്മുടെ മുട്ടക്കറി എല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. മുട്ടയുടെ പുറത്തേക്കൊക്കെ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ചിലരൊക്കെ അതിൻ്റെ പുറത്ത് മുട്ടയുടെ പുറത്ത് വരഞ്ഞ് വെക്കാറുണ്ട്, കാരണം ഉള്ളിലേക്ക് അതിൻ്റെ ഗ്രേവിയുടെ ടേസ്റ്റ് പിടിക്കാനായിട്ട്. ഞാനങ്ങനെ ചെയ്യാറില്ല, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, നല്ല നാടൻ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.